നമസ്കാരം. അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ലംഘിച്ച് അമേരിക്ക ഇറാനെ ആക്രമിച്ചതോടെ പശ്ചിമേഷ്യൻ യുദ്ധം വിനാശകരമായ ഘട്ടത്തിലേക്ക് കടന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നഥാൻസും ഫോർദോയും ഇസ്ഫഹാനുമാണ് അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ ആക്രമിച്ചത്. വലിയ വിജയമെന്ന് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ടപ്പോൾ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ഇസ്രയേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെയും ഇറാൻ ലക്ഷ്യം വെച്ചു. ലോകം യുദ്ധമുനമ്പിലോ ഈ ചർച്ചയിൽ അഷ്റഫ് കടക്കൽ, അധ്യാപകൻ ശ്രീ മോഹൻ വർഗീസ്, അധ്യാപകൻ ശ്രീ AM ഷിനാസ്, അധ്യാപകൻ ഷിഷാബു പ്രസാദ്, നിരീക്ഷകൻ എന്നിവർ. ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി മിഡിൽ ഈസ്റ്റിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റവും ചേരുന്നു. ആദ്യം സുരേഷിലേക്ക്. സുരേഷ്, നമ്മൾ മലയാളികൾ ഏറെ ഉള്ള ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ ആശങ്കയാണ്. ഇറാനിൽ ആകെ 10,000 ഇന്ത്യക്കാരേ ഉള്ളൂ. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇന്ന് ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സിന്റെ സുപ്രധാന കമാൻഡറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശം, അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഈ സേനാ താവളങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ശക്തിയായിട്ടല്ല ദൗർബല്യമായിട്ടാണ് കാണേണ്ടത് എന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ഇറാൻ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അമേരിക്കയുടെ സേനാ താവളങ്ങൾ ആക്രമിച്ചേക്കാം. അത് ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ട്. രണ്ടാമത്തേത്, ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുകയാണ് എങ്കിൽ ഗൾഫിൽ നിന്നുള്ള മുഴുവൻ ഓയിൽ അടക്കമുള്ള സകല കടൽ ഗതാഗതവും ഹോർമൂസ് കടലെടുക്ക് വഴിയാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധിയും വളരെ വലുതാണ്. അപ്പോൾ വളരെ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണവ? അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ പറയുന്നത് അമേരിക്ക മാത്രമല്ല, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഓരോ വ്യക്തിയും, അമേരിക്കയിലെ ഓരോ പൗരന്മാരും, അതിന് അമേരിക്കയിൽ തന്നെ ആകണമെന്നില്ല, മറിച്ച് പശ്ചിമേഷ്യയിലാണെങ്കിലും GCC രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയിലെ പൗരന്മാരും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഓരോ വ്യക്തിയും ശക്തിയും അതോടൊപ്പം അമേരിക്ക മൊത്തമായും ഞങ്ങളുടെ ശത്രുക്കളാണെന്നുള്ളതാണ് ഇപ്പോൾ ഇറാന്റെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ആ നിലപാട് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഏത് മേഖലയിൽ ഉണ്ടാകും എന്നുള്ളതാണ് GCCയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒക്കെ തന്നെ, പശ്ചിമേഷ്യയും ഒക്കെ തന്നെ ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. ഇന്ന് രാവിലെ ഏറ്റവും ആദ്യത്തെ ആശങ്ക എന്ന് പറയുന്നത് ആണവ നിലയം തകർത്തതിന്റെ പേരിൽ ഏതെങ്കിലും വിധത്തിലുള്ള റേഡിയേഷൻ, ആണവ വികിരണം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. അക്കാര്യത്തിൽ ആദ്യം സൗദി അറേബ്യയും പിന്നീട് കുവൈറ്റും UAEയും അടക്കമുള്ള രാജ്യങ്ങളും സ്ഥിരീകരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ആശങ്ക. അത് വായുവിലോ അതുമല്ലെങ്കിൽ കടൽ വെള്ളത്തിലോ ഒരു വിധത്തിലുമുള്ള ആശങ്ക ഇല്ല എന്ന് സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ കാര്യത്തിലേക്കാണ് വരുന്നത്. ഈ ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് കൂടി വ്യക്തമാക്കുന്നതോടുകൂടി 19 താവളങ്ങളുണ്ട് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ആകെ അമേരിക്കയ്ക്ക്. അതിൽ നേരത്തെ തന്നെ ഉള്ള അല്ലെങ്കിൽ സ്ഥിരം താവളങ്ങളുണ്ട്. അതുകൂടാതെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ നാവിക താവളമുണ്ട്, ഏറ്റവും വലിയ കരസേനയുടെ താവളം. നാവിക താവളം ഏറ്റവും വലുത് ഉള്ളത് ബഹ്റൈനിലാണ്. അതുകൊണ്ടാണ് ബഹ്റൈൻ ഇന്ന് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. ബഹ്റൈന്റെ തീരത്തുള്ള അതിന്റെ ഒരു വലിയ പ്രത്യേകത, ബഹ്റൈന്റെ തീരത്ത് അമേരിക്കൻ കപ്പൽ, നാവിക കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ മേഖലയിൽ ഏറ്റവും ആഴമുള്ള തുറമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്രയും വലിയ കപ്പൽ, ഒരുപക്ഷെ വിമാനവാഹിനികൾക്ക് അടക്കം വന്ന് നിൽക്കാവുന്ന അത്രയും വലിയ തുറമുഖമാണ് അവിടെ. അത് മനസ്സിലാക്കിയാണ് ബഹ്റൈൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അനാവശ്യമായി പുറത്തിറങ്ങരുത്. അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് മെയിൻ റോഡുകൾ മാത്രം അതിനുവേണ്ടി ഉപയോഗിക്കുക. സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരുടെ എണ്ണം 70% വർക്ക് ഫ്രം ഹോം ആക്കി മാറ്റണം. സ്കൂളുകളും സർവകലാശാലകളും അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം ഓൺലൈനിലേക്ക് മാറ്റണം. അത്രയ്ക്ക് വലിയ ജാഗ്രത ഇന്ന് ബഹ്റൈൻ നൽകുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിലുള്ള കുവൈറ്റ് ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും UAE അടക്കം, UAEയിലാണെങ്കിൽ 3500 മുതൽ 5000 വരെ കരസേനയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള അവരുടെ അമേരിക്കയുടെ താവളങ്ങളിലൊക്കെ തന്നെ സൈനികർ മാത്രമല്ല ഉള്ളത്, മറ്റ് യുദ്ധസന്നാഹങ്ങൾ പൂർണ്ണമായും ഉണ്ട്. മാത്രമല്ല ഒമാന്റെ തീരത്തുള്ള നാവിക താവളത്തിലാണെങ്കിൽ അതും ഏറ്റവും തന്ത്രപ്രധാനമാണ്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എല്ലാ നീക്കങ്ങളെയും നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ US ഇത്തരത്തിലുള്ള ഒരു നാവിക താവളം തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല അമേരിക്കയ്ക്ക് പലപ്പോഴും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്ന ഒരു മേഖല തൊട്ടടുത്തുള്ള ചെങ്കടലാണ്. ആ ചെങ്കടലില് ഹൂതികൾക്ക് വലിയ സ്വാധീനമുണ്ട്. അമേരിക്കൻ കപ്പലുകൾക്ക്, ചരക്ക് കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണം പല ഘട്ടങ്ങളിലും ചെങ്കടലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹൂതികൾ ഈ ഇറാനെ പിന്തുണയ്ക്കുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള നീക്കം ഹൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ അത് ആദ്യം സംഭവിക്കാൻ പോകുന്ന ഒരിടം എന്ന് പറയുന്നത് ചെങ്കടലാണ്. രണ്ടാമത്തെ സാധ്യത നമ്മൾ കാണേണ്ടത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഹൂതികൾക്ക് നേരെ ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള, ഹൂതികളെ അടിച്ചമർത്താൻ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്.
അതാണ് ഈ മേഖലയിലെ ഏറ്റവും ഗൾഫ് മേഖലയിലെ വിവിധ രാജ്യങ്ങൾ മുൻകരുതലിലാണ്. എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് പശ്ചിമേഷ്യയിലെ യുദ്ധം പുരോഗമിക്കുകയാണ്. ശ്രീ അഷ്റഫ് കടക്കൽ, ഇന്ന് അബ്ബാസ് അറാഖ്ചി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ആണവ നിർവ്യാപനം സംബന്ധിച്ച് ഒമാനിൽ അമേരിക്കയുമായി ചർച്ച നടത്താനിരുത്തുന്ന വേളയിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ജനീവയിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. അതായത് ഡിപ്ലോമസിയെ ഒരു തരത്തിലും നിങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് അമേരിക്കയും ഇസ്രായേലും സ്വീകരിക്കുന്നു. ഡിപ്ലോമസിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം ഇറാനിൽ നിന്ന് വരുമ്പോൾ ഇനി ഞങ്ങൾ ചർച്ചയ്ക്കല്ല പ്രത്യാക്രമണത്തിനാണ് എന്ന സൂചന അവിടെ വളരെ വ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം, ഇറാനെ സംബന്ധിച്ച് മുഖ്യമായി 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക. അത് സംബന്ധിച്ച് ചില സൂചനകൾ വന്നിരുന്നു. അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലടക്കം അത് പ്രതിഫലനം ഉണ്ടാക്കും. 2, ഇവിടെ സൂചിപ്പിച്ച അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ, ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തുക എന്നുള്ളതാണ്. 3-ാമത്തേത്, ഇസ്രായേലിലേക്ക് ഇപ്പോൾ നടത്തുന്ന വ്യോമാക്രമണം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 4-ാമത്തേത്, വിവിധ പ്രോക്സികളെ, ഹിസ്ബുള്ള അടക്കമുള്ള, ഹൂത്തികൾ അടക്കമുള്ള പ്രോക്സികളെ ഉപയോഗിച്ച് അമേരിക്കൻ താല്പര്യങ്ങളെ ഹനിക്കുന്ന വിധത്തിലുള്ള പ്രോക്സി വാർ നടത്തുക എന്നുള്ളതാണ്. ഏതായിരിക്കും ഇറാന്റെ മുമ്പിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വഴി എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഈ യുദ്ധതന്ത്രങ്ങൾ നമ്മൾ ഇതുപോലെ ന്യൂസ് റൂമിലിരുന്ന് പ്രവചിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇറാൻ സ്വാഭാവികമായും നാളെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തിങ്കളാഴ്ച പുട്ടിനെ സന്ദർശിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇതിനു മുന്നേ തന്നെ പുത്തിനും ഷീ ജിൻപിങ്ങും നേരത്തെ ഈ വിഷയത്തിൽ പരസ്പരം സംസാരിക്കുകയും ഒരു കോർഡിനേറ്റഡ് എഫർട്ട് ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന ആശയം കൈമാറിക്കഴിഞ്ഞു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ കൂടുതൽ ശക്തമായി ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഘടിപ്പിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നെനിക്ക് തോന്നുന്നു. വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ നേരത്തെ ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ച പോലെ, പശ്ചിമേഷ്യയിലെ ഏതാണ്ട് 19ഓളം വരുന്ന US ബേസസ്, അതിലേതാണ്ട് 40,000-ഓളം ട്രൂപ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഇറാൻ്റെ ടാർഗറ്റ് 40,000 ടാർഗറ്റുകൾ ഇറാനുണ്ട് എന്നാണ് മറ്റൊരു ഇറാൻ്റെ ഡിഫൻസ് വക്താവ് പറഞ്ഞത്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം, ഞങ്ങൾ ഏത് നിമിഷവും US-ൻ്റെ താവളങ്ങൾ, ബേസസ് ആക്രമിക്കും എന്ന് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇറാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു US ബേസ് ഗൾഫ് റീജിയനിലെന്ന് പറയുമ്പോൾ GCC രാജ്യങ്ങളിലാണല്ലോ കൂടുതലായിട്ടുള്ളത്. ഖത്തറിലുണ്ട്, ബഹ്റിനിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ GCC രാജ്യങ്ങളിലുള്ള US-ൻ്റെ ബേസസ് ആക്രമിക്കും എന്ന് കരുതിയിട്ടാണല്ലോ ബഹ്റിൻ ഇന്ന് സ്കൂളുകൾക്കും കോളേജുകൾക്കും തന്നെയുമല്ല അവിടുത്തെ എല്ലാ ഓഫീസുകൾക്കും വർക്ക് ഫ്രം ഹോം എന്ന തരത്തിൽ അവരതിൻ്റെ വർക്ക് ഷെഡ്യൂളെല്ലാം മാറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ബഹ്റൈനിൽ 50% ഷിയാക്കൾ അധിവസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. മറ്റൊരു കണക്കനുസരിച്ച് ഭൂരിപക്ഷം ഷിയാക്കളാണെങ്കിലും സൗദി അറേബ്യയുടെ മേൽക്കൈയിൽ അവിടെ ഒരു സുന്നി ഭരണമാണ് നിലനിൽക്കുന്നത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ ലോക്കൽ പ്രോക്സീസിനെ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ ബഹ്റൈനെ ഇറാൻ ആക്രമിക്കാൻ സാധിക്കും എന്ന ഒരു കണക്കുകൂട്ടലാണ് അതിൻ്റെ പിന്നിലുള്ളത്. പക്ഷെ ഞാൻ കാണുന്നത് ഇസ്രായേലിലേക്കുള്ള ആക്രമണം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് സാധ്യത. കാരണം GCCയിലേക്ക് നേരിട്ട് ഒരു GCC രാജ്യം, അത് അമേരിക്കൻ ബേസ് ആണെങ്കിൽ പോലും GCCയിലേക്ക് നേരിട്ട് ആക്രമിക്കുമ്പോൾ ഇവിടെ 2 തരത്തിലുള്ള പിന്തുണയാണ് ഇറാന് ലഭിക്കുന്നത്. ഒന്ന്, ഇറാൻ ഒരു ഷിയ രാജ്യമാണ് എന്നുള്ള നിലയ്ക്ക് ഷിയ കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു പിന്തുണ, ഒരു മോറൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, പിന്നെ ഇറാൻ ഈ പാലസ്തീൻ വിഷയങ്ങളിലും അതുപോലെ തന്നെ സാമ്രാജ്യത്വ അജണ്ടയ്ക്കും ഒരിക്കലും തലകുനിക്കാതിരിക്കുകയും ആഗോളതലത്തിൽ തന്നെ പശ്ചിമേഷ്യയുടെയും മുസ്ലിം ലോകത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന ഒരു അറബ് തെരുവിൻ്റെ അല്ലെങ്കിൽ അറബ് ജനതയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത്,
അറബ് ജനതയെയും അറബ് റെജീംസിനെയും, പ്രത്യേകിച്ചും GCCയിലുള്ള ഈ രാജഭരണം നിലനിൽക്കുന്ന റെജീംസിനെ നമ്മൾ രണ്ടായിട്ട് കാണണം. കാരണം റെജീം താല്പര്യം മറ്റൊന്ന്, അറബ് ജനതയുടെ താല്പര്യം മറ്റൊന്ന് എന്ന് കഴിഞ്ഞ 50 വർഷത്തെ, പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഓരോ സംഭവ വികാസങ്ങൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ GCCയിൽ അടക്കമുള്ള രാജ്യങ്ങളിലെ റെജീം എന്ന് പറയുന്നത് വളരെ പരിമിതമായ, ഒന്നുകിൽ രാജഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം. ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിൽ ആൽ സൗദ് എന്ന് പറയുന്ന, ഹൗസ് ഓഫ് സൗദ് എന്ന് പറയുന്ന ഒരു 5000 അംഗങ്ങളടങ്ങിയ ഒരു ഫാമിലി. അതുപോലെ തന്നെയാണ് ബഹ്റൈനും UAEയും ഒക്കെ തന്നെ. അപ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എലീറ്റുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള അമേരിക്കയും മറ്റും കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അറബ് ജനതയുടെ പിന്തുണ, മോറൽ സപ്പോർട്ട് ഇറാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇറാൻ ആത്മീയ നേതാവിൻ്റെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെയും ഇറാൻ്റെ ഒഫീഷ്യൽ മീഡിയയിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അറബ് ജനതയെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത്. ലാ ഷിയായിയ ലാ സുന്നിയ എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. ഷിയാക്കൾ എന്ന അർത്ഥത്തിലുള്ള വിഭാഗീയത നമുക്ക് പാടില്ല, സുന്നികൾ എന്ന അർത്ഥത്തിലുള്ള വിഭാഗീയതയും നമുക്ക് പാടില്ല. ഇത് ഒരു ആഗോള മുസ്ലിം അറബ് പ്രശ്നമായിട്ട് നമ്മളിതിനെ കാണണം എന്നുള്ള തരത്തിലാണ് ഖാംനായി ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു GCCയിലേക്ക് നേരിട്ടുള്ളൊരു, അത് US ബേസിലാണെങ്കിൽ പോലും ആക്രമണം നടത്തിയാൽ അത് പ്രത്യേകിച്ചും ഭൂവിസ്തൃതിയിൽ വളരെ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ മറ്റ് ജനങ്ങളെയും അത് ബാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇസ്രായേലിനെ കൂടുതൽ ആക്രമിക്കാനാണ് സാധ്യത എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ തന്നെ മുൻപും സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് നോക്കൂ, US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ചെയ്തത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് എന്ന് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഒരുമിച്ച് പറയുന്നുണ്ട്. US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ നടത്തിയ ആക്രമണമാണ്. ഇറാഖ് ആക്രമണത്തിന് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന കാര്യം US കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ബുഷ് ആക്രമണം നടത്താൻ തീരുമാനിച്ചതെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ ഈ യുറേനിയം എൻറിച്ച് ചെയ്യുന്നുണ്ട് എങ്കിലും ആണവ ബോംബുകൾക്ക് കേപ്പബിൾ ആയിട്ടില്ല എന്ന തുളസി ഗബ്ബാർഡിന്റെ റിപ്പോർട്ടിനെ പരസ്യമായി നിരാകരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കം ട്രംപ് നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഭ്രാന്തൻ നീക്കം. ഇത് ഇപ്പോൾ അമേരിക്കയിലായാലും പുറത്തായാലും എന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അമേരിക്ക കമ്പൽഡായി ഈ ആക്രമണത്തിന് എന്ന് വിചാരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ട്രംപിൻ്റെ ഭാഗത്ത് 1-2 ജെനുവിൻ കമ്പൽഷൻസ് ഉണ്ടായി. അതിൻ്റെ ധാർമ്മികതയെക്കുറിച്ചല്ല ഒരുപക്ഷെ പറയേണ്ടത്. ഇതൊരു അക്കാഡമിക് പാനലാണ്. പക്ഷം പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഇറാൻ പക്ഷമെന്നോ ഇസ്രായേൽ പക്ഷമെന്നോ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ചർച്ചകളല്ല ഇവിടെ നടക്കുന്നത്. കാരണം ഒരു അക്കാദമിക് സ്വഭാവമുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കേണ്ടത്. ഇവിടെ നോക്കൂ, അമേരിക്കയ്ക്കുണ്ടായ കമ്പൽഷൻ, ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പറേറ്റസ്, ട്രംപ് നയിക്കുന്ന ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് 2 കമ്പൽഷൻ ഉണ്ടായി. ഒന്ന്, ഇസ്രായേൽ എന്ന എക്കാലത്തെയും സുഹൃത്ത് രാജ്യം, ആ രാജ്യത്തിൻ്റെ ആവനാഴിയിലെ ആയുധങ്ങൾ ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുന്നു. എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ വിള്ളലുകൾ വീഴുന്നു, അയൺ ഡോമിൽ വിള്ളലുകൾ വീഴുന്നു. തീർച്ചയായും ഈ രീതിയിൽ പോയാൽ ഇൻഡിപെൻഡൻറ്റ് എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് ഏതാണ്ട് 10 മുതൽ 12 ദിവസത്തേക്ക് മാത്രമുള്ള ഒരു ഏറിയൽ ഡിഫൻസ് സംവിധാനം മാത്രമേ ഇസ്രായേലിൻ്റെ കൈവശമുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമായി നമ്പർ 1 കൺസേൺ. സോ അമേരിക്ക കനോട്ട് ഡിസോൺ ഇസ്രായേൽ അറ്റ് എനി കോസ്റ്റ്, എനി ടൈം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അമേരിക്ക വളരെ രഹസ്യമായിട്ട് പെയിൻസ്റ്റേക്കിംഗ്ലി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു വെപ്പൺ സംവിധാനമുണ്ട്, GBU-57. അതിൻ്റെ പ്രഹരശേഷി, അതാണ് ബങ്കർ ബസ്റ്റർ ബോംബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പോപ്പുലറൈസ് ചെയ്ത് പറയുന്ന ഏതാണ്ട് 60 മീറ്ററോളം അടിയിലേക്ക് തുരന്നിറങ്ങി സ്ഫോടനം നടത്തി അണ്ടർഗ്രൗണ്ട് ബങ്കറുകളെ അല്ലെങ്കിൽ ആണവ നിലയങ്ങളെ തകർക്കാൻ കഴിയുന്ന ബോംബ് സംവിധാനം. ഇത് അൺടെസ്റ്റഡ് ആണ്. MIT മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ ഉൾപ്പെടെ പറയുന്നത് ഇതൊരു അൺടെസ്റ്റഡ് ഡിവൈസ് ആണ്. അത് പരീക്ഷിക്കാൻ, യഥാർത്ഥ യുദ്ധഭൂമിയിൽ അത് പരീക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കിട്ടുന്ന ആദ്യ അവസരമാണ്. അത് തീർച്ചയായും ഒരു പ്രത്യേക കോസിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പിൽക്കാലങ്ങളിൽ ട്രംപിന് മേനിനടിക്കാം. അപ്പോൾ എല്ലാം ഉയരുന്ന ഒരു ചോദ്യം ഇവിടെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ച ചോദ്യമാണ്, ഹാസ് ഹി ഗോട്ട് ദി കൺസെന്റ് ഓഫ് ദി കോൺഗ്രസ്? അമേരിക്ക ജനാധിപത്യ രാജ്യമാണ്, ഔട്ട് ആൻഡ് ഔട്ട് ട്രാൻസ്പെറൻറ്റ് ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസ് ആണ്. അവിടെ
ഒരു കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനാധിപത്യ ഘടനകളെ വെല്ലുവിളിച്ചുകൊണ്ട് തനിക്ക് തന്നെ ലഭിച്ച മാൻഡേറ്റ് അത് മാഗാ മാൻഡേറ്റ് ആണ്. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറഞ്ഞാൽ അനാവശ്യമായി മറ്റ് രാജ്യങ്ങളുടെ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവരുത്. അതിനുവേണ്ടി ചിലവാക്കാൻ അമേരിക്കയ്ക്ക് നികുതിദായകരുടെ പണം വൃഥാ ചെലവഴിക്കരുത്. അവിടെയാണ് എന്താണ് കമ്പൽഷൻ എന്നുള്ള ചോദ്യം വരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, അദ്ദേഹം അഫ്ഗാൻ വാറിനെയും ഇറാഖ് യുദ്ധത്തെയും വിശേഷിപ്പിച്ചത് സ്റ്റുപ്പിഡ് എന്നാണ്. അപ്പോൾ മുൻ യുദ്ധങ്ങൾ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞിരുന്ന, ഇനി അമേരിക്കയുടെ പൗരന്മാരുടെ നികുതിദായകരുടെ പണം എടുത്ത് മിഡിൽ ഈസ്റ്റിൽ ഇതുപോലെ പൊടിച്ചു കളയില്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ആ തെരഞ്ഞെടുപ്പ് വിജയിച്ച ആൾ ഇപ്പോൾ കൊണ്ടുപോയ എന്തിന് ഇറാനിൽ ബോംബിടണം എന്നുള്ളതാണല്ലോ. കൃത്യമായ ചോദ്യമാണ്. എന്തിനാ ഒരു വൈരുദ്ധ്യം? ആ വൈരുദ്ധ്യത്തിന്റെ മറുപടിയാണ് ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 7:30 ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഫോർകാസ്റ്റ് വന്നത്. വി ആർ എൻറ്ററിംഗ് വാർ, വി ആർ ഗിവിംഗ് സ്ട്രാറ്റജിക് സ്ട്രൈക്ക് ഓൺലി ടു മെയിൻറ്റെയിൻ പീസ്. അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ ബലപ്രയോഗം നടത്തണമെന്ന ട്രംപിന്റെ ഓൺ തിയറി, അതിനെ പോസ്റ്റ് ഫാക്ടോ സാങ്ഷൻ വാങ്ങിയാൽ മതിയാകും എന്ന ഒരു അഹങ്കാരം. അത് തീർച്ചയായും അതെങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? അമേരിക്ക എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? ബാഗ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വിള്ളൽ വീഴുമോ? അമേരിക്കയിൽ ഇനി വരാൻ പോകുന്ന മിഡ് ടേം ഇലക്ഷനിൽ ട്രംപിന് ഇതിനുള്ള റിപ്പർക്കഷൻസ് ഉണ്ടാകുമോ? ഒരു വെയ്ഫത്തിൻ മാർജിനിലാണ് അമേരിക്കൻ കോൺഗ്രസിൽ ഡെമോക്രാറ്റ് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിൽ ഒരു വെയ്ഫത്തിൻ മാർജിനിലാണ് റിപ്പബ്ലിക്കൻസ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ലെയിം ഡക്കായി മാറുമോ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ? ഇതെല്ലാം ഒരു വശത്തെ ഡെമോക്രസിന്റെ സ്വാഡ് പോലെ ഉണ്ടാകുന്നു. പക്ഷേ ട്രംപ് കണ്ട അനുകൂലമായ ഒരു അന്തരീക്ഷം ലോകത്ത് ഒരു രാജ്യവും, റഷ്യയോ ചൈനയോ ഇന്ത്യയോ പാകിസ്ഥാനോ സൗദി അറേബ്യ ഉൾപ്പെടെ ഒരു രാജ്യവും ഇറാൻ ആണവ സാങ്കേതിക വിദ്യ വെപ്പണൈസ് ചെയ്തെടുക്കുന്നതിനോട് ഉള്ളിൽ യോജിച്ചിട്ടില്ല. പരസ്യമായി അങ്ങനെ ഒരു പ്രസ്താവന ഒരു രാജ്യവും നടത്തിയിട്ടില്ല. ഇറാൻ അതിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു ഭംഗ്യാന്തരേണ. പക്ഷേ ഇറാന്റെ ആണവ പദ്ധതിയെ സംശയദൃഷ്ടിയോടുകൂടിയാണ് ഇറാനോടൊപ്പം നിൽക്കുന്ന, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, ഇറാന് നേരെ അമേരിക്ക നടത്തിയ ആക്രമണം തെറ്റാണെന്ന് പറയുന്ന റഷ്യയും ചൈനയും ഉൾപ്പെടെ കാണുന്നത്. ആണവ ക്ലബിൽ കൂടുതൽ അംഗങ്ങൾ, 10ാമതൊരു അംഗം, 9 രാജ്യങ്ങളുണ്ട്. ദ ബിഗ് P5 രാജ്യങ്ങൾ അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ. അതോടൊപ്പം തന്നെ നോർത്ത് കൊറിയയും ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രയേലും ആണവ ശക്തികളാണ്. 10ാമത് ഇറാൻ ആ പട്ടികയിൽ വരുന്നതിനോട് തത്വത്തിൽ ലോകരാജ്യങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ ആത്യന്തികമായി ലോകത്തിന്റെ പിന്തുണ കിട്ടും എന്ന ഒരു പ്രതീക്ഷയും അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പല തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഉണ്ടാവാം. ഇവിടെ ശ്രീ എൻ ഷിനാസ് ആബൽ ബാന്ധവനായി അവതരിച്ചതാണോ ഡൊണാൾഡ് ട്രംപ്? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിയുന്നില്ല. ഇറാന്റെ ഡിഫൻസ് വളരെ ശക്തമാണെന്ന് മാത്രമല്ല, ഇസ്രായേലിലേക്ക് വളരെ ശക്തമായ പ്രത്യാക്രമണം നടത്താനും സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാനും ഇറാനെ സംബന്ധിച്ച് കഴിയുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ മുമ്പ് റിച്ചാർഡ് നിക്സണും ഹെൻറി കിസിഞ്ചറും യോം കിപ്പൂർ വാറിന്റെ സമയത്ത് ചെയ്ത അതേ കാര്യമാണോ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്? വാസ്തവത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ 1948 ഇസ്രായേൽ സ്ഥാപിതമായത് മുതൽ ഇതുവരെ നമ്മൾ കണ്ട ഏറ്റവും ഇസ്രായേൽ അനുകൂല, ഹാരി ട്രൂമാൻ കഴിഞ്ഞാൽ ഏറ്റവും ഇസ്രായേൽ അനുകൂല അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ 2 ടേം എടുത്തു നോക്കുക. 2018 തർക്കപ്രദേശമായിട്ടുള്ള പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രം അതിൻ്റെ സ്റ്റേറ്റസ് നിർണയിക്കപ്പെടുന്ന ജെറൂസലേമിലേക്ക് ടെൽ-അവീവിൽ നിന്ന് 2018 അദ്ദേഹം അമേരിക്കൻ എംബസി റീലൊക്കേറ്റ് ചെയ്തു, മാറ്റി. 2019 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ സിറിയയുടെ അവിഭാജ്യ ഭാഗമായിരുന്ന ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തിരുന്നു ഇസ്രായേൽ. ആ ഗൊലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ അവിഭാജ്യ ഭാഗമാണ് എന്ന് മറ്റൊരു ലോകരാഷ്ട്രവും അംഗീകരിച്ചിരുന്നില്ല. 2019 ട്രംപ് ഗൊലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ പരമാധികാരത്തിന് കീഴിൽ വരുന്ന പ്രദേശമാണെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഗൊലാൻ കുന്നുകളിൽ ആസൂത്രിതമായി ഉണ്ടാക്കിയ സെറ്റിൽമെൻറ്റ്, അതിന് ട്രംപ് ഹൈറ്റ്സ് എന്ന് പേരിട്ടു. വാസ്തവത്തിൽ ഈ 2018 തന്നെയാണ് 2015 ബരാക്ക് P5+1 സുരക്ഷാ കൗൺസിലിലെ 5 രാജ്യങ്ങളും ജർമ്മനിയും ബരാക്ക് ഒബാമയുടെ നേതൃത്വത്തിൽ വളരെ ബുദ്ധിമുട്ടിയുണ്ടാക്കിയ ഒരു ആണവ ഉടമ്പടി ഇറാനുമായി. അതിൽ നിന്ന് ഏകപക്ഷീയമായി യാതൊരു കാരണവും, ഈ പറയുന്ന കാരണങ്ങളൊന്നും നിരത്താതെ അമേരിക്ക പിന്മാറി. അതും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. അപ്പോൾ നെതന്യാഹുവും
വാസ്തവത്തിൽ ഈ ട്രംപും സയാമീസ് ഇരട്ടകളെ പോലെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു പോരുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ ആക്രമണ ശേഷം ഇപ്പം 14 MOP ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സാണ് അവിടെ വർഷിച്ചത്. 14 ഏറ്റവും പുതിയ വാർത്തകൾ. അതിനുശേഷം നോക്കൂ, സിറ്റുവേഷൻ റൂമിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇരിക്കുന്നത് ആ തൊപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്നത് മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്ന തൊപ്പിയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അതിൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ നോ മോർ ഫോറിൻ ഇൻ്റർവെൻഷൻസ്, നോ മോർ ഫോർ അവർ വാർസ് ഇൻ മിഡിൽ ഈസ്റ്റ്. മിഡിൽ ഈസ്റ്റിൽ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ 2003 ഇറാഖ് യുദ്ധം അതൊക്കെ സ്റ്റുപ്പിഡ് വാർസ് ആയിരുന്നു. അങ്ങനെയുള്ള സ്റ്റുപ്പിഡ് യുദ്ധങ്ങളിൽ അമേരിക്ക ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതാക്കിയത്. മാത്രമല്ല, അമേരിക്കയുടെ നേരത്തെ അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ച തുളസി ഗബ്ബാർഡിൻ്റെ അമേരിക്കൻ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ആ റിപ്പോർട്ടിനെ പാടെ തള്ളുകയും ഐ ഡോണ്ട് കെയർ എന്ന് പറയുകയും എന്നിട്ട് ഇസ്രായേലി ഇൻ്റലിജൻസിൻ്റെ അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്ത ആളാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് അമേരിക്ക ആക്രമിക്കുന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി അമേരിക്ക ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പ്രൈം മിനിസ്റ്ററിൻ്റെ പോഡിയത്തിൽ നിന്ന് ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തത് ഹിബ്രു ഭാഷയിലല്ല, ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് പീസ് ത്രൂ സ്ട്രെങ്ത്, അതായത് ശക്തിയിലൂടെ സമാധാനം. ആദ്യം ശക്തി പ്രകടനം, രണ്ടാമത് സമാധാനം. അതാണല്ലോ ട്രംപ് ആഗ്രഹിച്ചത്, ഇസ്രായേൽ ആഗ്രഹിച്ചതും. മറ്റൊരു കാര്യം ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഒരു ടീം പോലെയാണ് പ്രവർത്തിച്ചത്. ഇങ്ങനെ ഒരു ടീമായി ഇതിനു മുമ്പ് മറ്റൊരാളും മറ്റ് രാജ്യങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ടീം പ്രവർത്തനം ഈ ആക്രമണത്തോട് മാത്രമല്ല, ജൂൺ 13 ഇസ്രായേൽ ഇറാനിൽ വ്യാപകമായി നടത്തിയ ആക്രമണം അമേരിക്കയുടെ അറിവോടെയായിരുന്നു. അന്ന് തൊട്ട് ഇവർ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ അവരുടെ പ്രോക്സികൾ ദുർബലരാണ്. അവരെ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തില്ല. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസസിനെ ഇറാൻ ഇപ്പോൾ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇറാന് ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള ആക്രമണം കൂടുതൽ രൂക്ഷവും വ്യാപകവുമാക്കും. അതാണ് സംഭവിക്കാൻ ഏറ്റവും സാധ്യത എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. വരാൻ താങ്കളിലേക്ക്. ഷാംബു പ്രസാദ്, ഇന്ത്യയുടെ നിലപാടും വളരെ നിർണായകമാണ്. മസൂദ് പെഷക്കിയാനെ ഇന്ന് നരേന്ദ്രമോദി വിളിക്കുന്നു, ഡി എസ്കലേഷന് വേണ്ടി ആവശ്യപ്പെടുന്നു. നമ്മുടെ പരമ്പരാഗത സഖ്യകക്ഷിയാണ് ഇറാൻ. അതേസമയം നമുക്ക് അറിയാം, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ ഇസ്രായേലിനെ അപലപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രമേയത്തിൽ ഇന്ത്യ പങ്കാളിയായിട്ടില്ല. ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി ജൂലൈ മാസം 6-ാം തീയതി ബ്രസീലിൽ നടക്കാൻ പോവുകയാണ്. ഇറാനും ഒരു അംഗ രാജ്യമാണ് എന്നിരിക്കെ ഈ ബ്ലോക്കിന്റെ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ അതേ സെന്റിമെന്റ്സ് അതേ അളവിൽ പങ്കുവയ്ക്കാൻ ഇന്ത്യ തയ്യാറാവുന്നില്ല. എനിക്ക് തോന്നുന്നു പഴയകാല വിദേശ നയത്തിൽ നിന്നുള്ള ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനുമാണ്. ഈ വിഷയത്തിലൊരു നിലപാടെടുക്കാൻ ഇന്ത്യ ബുദ്ധിമുട്ടുമോ? എന്ത് തോന്നുന്നു? ഇല്ല, അതായത് ഇന്ത്യക്ക് ഇന്നും ഇറാനുമായിട്ടും ഇപ്പം അടുത്ത കാലത്താണെങ്കിൽ പോലും ഇസ്രായേലുമായിട്ടും വളരെ നല്ല ബന്ധമാണുള്ളത്. ഇനി അവിടെ ഏത് ഭരണകൂടം ഉണ്ടെങ്കിൽ പോലും ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന് പറയുന്നത് ചരിത്രപരവും സാംസ്കാരികപരവുമാണ്. ഈ ഷാ ഭരണകൂടം മാറി ഈ മതഭരണകൂടം വന്നപ്പോഴും ആ ബന്ധത്തിൻ്റെ അകത്ത് ഉലച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല, മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതങ്ങനെ തന്നെ പോയിട്ടുണ്ട്. ഇനി നാളെ മറ്റൊരു ഭരണകൂടം, ഈ റിജീം ചേഞ്ച് എവിടെ ഉണ്ടായാലും ഈ ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കും. കാരണം ഇന്ത്യക്ക് ഇറാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. അത് ട്രേഡ് വൈസ് ആണെങ്കിലും സാംസ്കാരിക ഒരുപാടുണ്ട്. പേർഷ്യ കാര്യം, ഇവിടെ നമ്മുടെയുള്ള പാർസി സമൂഹമൊക്കെ അവരുടെയൊക്കെ പൂർവികർ അവിടെ നിന്ന് വന്നതാണ്. പേർഷ്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ
ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് ഒരുപാട് നീണ്ടു കിടക്കുന്ന ബന്ധമാണത്. അതുകൊണ്ട് തന്നെ പക്ഷേ സൈനികമായ ബന്ധങ്ങളൊന്നുമില്ല. എന്നാൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനികമായ ബന്ധങ്ങളാണ് ഉള്ളത് പ്രധാനമായിട്ടും. എന്നാൽ അതിനേക്കാട്ടിലൊക്കെ ഡീപ്പായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയുടേത്. അതുകൊണ്ട് തന്നെ ഈ അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ആ ബന്ധത്തിന് പ്രത്യേകിച്ച് ഉലച്ചിലൊന്നും വരാൻ സാധ്യതയില്ല. ഇതിൻ്റെ അകത്ത് വളരെ ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഡിസ്റ്റൻസ് ഈ രണ്ട് രാജ്യങ്ങളോടും ഇന്ത്യ എടുക്കും എന്ന് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സ്വാഭാവിക സമ്മർദ്ദം നേരിടേണ്ടി വരുമല്ലോ. ഒരു ഉദാഹരണം പറയാം. 2017 ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം $14 ബില്യൺ. 14 ബില്യൺ ഡോളറിൻ്റേത്. അത് 2024 ആയപ്പോൾ $1.4 ബില്യൺ താണു. ഇന്ത്യയും ഇറാനും തമ്മിൽ എണ്ണ ഇറക്കുമതി കരാറുണ്ടായിരുന്നു. അത് ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ വളരെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യ ഇറാൻ ആ കരാർ ഉപേക്ഷിച്ചത് നമ്മുടെ സമീപകാല ചരിത്രമാണ്. അപ്പോൾ അമേരിക്കൻ പക്ഷത്തിന്റെ സമ്മർദ്ദം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. അല്ല, ഈ അമേരിക്കൻ പക്ഷത്തിൻ്റെ സമ്മർദ്ദം എന്നുള്ളതല്ല, ചില ഈ അന്താരാഷ്ട്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ ഉണ്ടാകും. അത് കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കും. ഇത് ഏറ്റവും വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. ഇപ്പം വ്യാപാരം അവിടെ കുറഞ്ഞെങ്കിലും, അവരുമായിട്ടുള്ള ട്രേഡ് കുറഞ്ഞെങ്കിലും, ഇറാനുമായിട്ടുള്ള ബന്ധത്തിന് അതിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും അഭിലാഷേ. ഇപ്പം ഇസ്രായേൽ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തമായ ഒരു സുഹൃത്താണ്. പക്ഷേ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയാം. ഓപ്പണായിട്ട് തങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് അങ്ങനെ ചെയ്യാൻ ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം. ഇനിയിപ്പം നാളെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു ഇഷ്യൂവിൽ ഈ പറയുന്ന ഇസ്രായേലിനും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇസ്രായേലും ചൈനയും തമ്മിൽ വളരെ വലിയ ട്രേഡ് എഗ്രിമെൻറ്റ്സ് ഉണ്ട്, വ്യാപാര ബന്ധങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാവർക്കും ആ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അത് വളരെ ഒരു പ്രത്യേക ടാലൻറ്റും വൈഭവവും ഒക്കെയാണത്. അതിനനുസരിച്ച് അതെല്ലാവർക്കും പരസ്പരം മനസ്സിലാവുകയും ചെയ്യും. ഇനിയും നാളെ ഇറാൻ അവിടെ ഒരു റെജീം ചേഞ്ചിന് സാധ്യതയുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. ഇറാഖിൽ സംഭവിച്ചതുപോലെ ഉള്ള, ഇറാഖിന് സദാം ഹുസൈൻ എന്താണോ സംഭവിച്ചത് അങ്ങനെ ഒരു മാറ്റം ഇറാനിൽ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ ഈ ആക്രമണം നടക്കുകയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ നേരിട്ടൊരു പക്ഷേ US അസറ്റ്സിനെ അവർ ആക്രമിച്ചില്ല എന്ന് വരും. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നു എന്ന് വരും. എങ്കിൽ പോലും അവിടെയുള്ളൊരു ആഭ്യന്തര പ്രഷറുണ്ട് ഇറാൻ ഭരണകൂടത്തിൻ്റെ മുകളിൽ. അമേരിക്ക വന്ന് ഇത്ര വളരെ വലിയ ആക്രമണം നടത്തിയത്. B-2 സ്പിരിറ്റ് 7 വിമാനമാണ്, ആകെ 21 വിമാനമേ ഉള്ളൂ അമേരിക്കയ്ക്കത്. ഈ B-2 സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഈ ഭീമാകാരൻ സാധനം, അതിൽ 7 എണ്ണം ഉപയോഗിച്ചിരിക്കുന്നു. 14 പടുകൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നു. 125 പോർവിമാനങ്ങൾ അകമ്പടി സേവിച്ചിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വലുതാണെന്നുള്ളത്. ഇത്ര ഭീകരമായ ഒരു ആക്രമണം അമേരിക്ക നടത്തിയിട്ട് അവരുടെ മേൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് വലിയ പ്രശ്നമാണ്. അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണത്. പക്ഷേ അവർക്ക് പോയിന്റിലേക്ക് വരാൻ എനിക്ക് പക്ഷേ ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ആ ആക്രമണത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും വരികയാണ്. ഞാൻ ശ്രീ അഷ്റഫ് കടക്കലിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞു. ഫോർദോ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഫോർദോ ആയിരുന്നു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇന്ന് അൽ ജസീറയിൽ വന്ന ചില ഉപഗ്രഹ ചിത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ദിവസങ്ങൾക്ക് മുമ്പുള്ള ഉപഗ്രഹ ചിത്രങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ആണവ നിലയത്തിൽ നിന്ന് 16 വലിയ കാർഗോ ലോറികളിലായി ചില കാര്യങ്ങൾ നീക്കിയിരുന്നു എന്ന വാർത്ത ഉപഗ്രഹ ചിത്രം സഹിതം ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, എവിടെയും ആണവ വികിരണം ഉള്ളതായി സൂചനയില്ല. IAEA തന്നെ റേഡിയേഷന്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ യുറേനിയം എൻറിച്ച്മെന്റ് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കയ്യിൽ ഉണ്ട് എങ്കിൽ അവർ ഇതിനോടകം അത് സേഫായി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം ഇത് യാതൊരു വെരി ഇന്റലിജന്റ് ഗസ്റ്റാണ് ആരെ സംബന്ധിച്ചിടത്തോളം. ഫോർദോ ആണവ നിലയത്തിൽ തീർച്ചയായും ആക്രമണം ഉണ്ടാകും. അമേരിക്ക ഇടപെട്ടാൽ B-2 ബോംബറുകൾ ലക്ഷ്യം വെക്കുന്നത് ഫോർദോ തന്നെയാണ്. അവിടെയാണ് 60 മീറ്ററിൽ താഴെ
ആഴത്തിലാണ് ഈ സമ്പുഷ്ടീകരണ കേന്ദ്രം സെൻട്രിഫ്യൂജുകൾ നിലനിൽക്കുന്നത്. അത് തകർക്കാൻ വേണ്ടി മാത്രമായി നിർമ്മിച്ച ബോംബാണ് നേരത്തെ സൂചിപ്പിച്ച ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അത് ഒന്നിലധികം ബോംബുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യൂ. ഇതെല്ലാം അറിയാനുള്ള ബുദ്ധി ഇറാനുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ യുദ്ധം തുടങ്ങുന്ന ആ നിമിഷം തന്നെ, ഇസ്രായേലി ആക്രമണം സംഭവിക്കുന്ന ആദ്യ നിമിഷം തന്നെ, അതിന് മുൻപ് തന്നെ അത് അവിടെ നിന്ന് മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടുത്തെ ചോദ്യം, അങ്ങനെയുള്ള ആണവ വികിരണ മെറ്റീരിയൽസും മെഷീനറിയും എല്ലാം പൂർണ്ണമായി മാറ്റാൻ സാധ്യമാകുമോ? ഈ കണ്ടെയ്നറുകളിൽ നിറച്ചുകൊണ്ട് പോകാവുന്ന ലാഘവത്തിലുള്ള കാര്യങ്ങളാണോ അത് മാത്രമല്ല, ഇതിൻ്റെ സ്റ്റോറേജ് എങ്ങനെയാണ്? മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി എങ്ങോട്ടാണ് മാറ്റുന്നത് എന്ന് അമേരിക്കൻ ഇസ്രായേലി ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനാവാത്തതാണോ? അതുകൊണ്ട് ഇവിടെ ഒരു കാര്യവും ആ രീതിയിലുള്ള രഹസ്യങ്ങളൊന്നും ശ്രീ അഭിലാഷ് നിലനിർത്താനാവില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഭാഗത്ത് വ്യക്തമായ ഒരു ഒബ്ജക്റ്റീവ് ഇതിനകത്തുണ്ട്. എന്ത് വില കൊടുത്തും ഇറാൻ ന്യൂക്ലിയർ ആർസനൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുക. അതിന് ഏറ്റവും അനുകൂല അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ചർച്ചയിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ചർച്ചയിൽ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ്, ചർച്ചയെല്ലാം കഴിഞ്ഞുള്ള ധാരണ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ബലഹീനമാണിപ്പോൾ, നിങ്ങൾ നശിക്കാൻ പോവുകയാണ്, വി വിൽ ഫിനിഷ് യു, പക്ഷേ അവസാന അവസരം തരാം, നിങ്ങൾ താഴെ ഒന്ന് ഒപ്പിടൂ, ഞങ്ങളുടെ ടേംസിൽ നിങ്ങൾ ഒപ്പിടൂ എന്ന് പറയുകയാണ്. ഇവിടെയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വൈസും സ്ട്രാറ്റജിക്കുമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. രണ്ട് കാര്യങ്ങളിലേക്കാണ് ഇറാൻ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. ഒന്ന്, എൻ്റെ ഒരു ഊഹമാണ്, ഒന്ന് ഇനി ഇതൊരു സിവിലൈസേഷണൽ യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് അറബി ഇസ്ലാമിക ലോകത്തിനെതിരെ, അറബി എന്നുള്ള വിട്ടോളൂ, ഇസ്ലാമിക ലോകത്തിനെതിരെ ലോകത്തിൻ്റെ മറ്റ് ശക്തികളുടെ സയനിസ്റ്റ് ആൻഡ് വെസ്റ്റേൺ പവേഴ്സിൻ്റെ കടന്നുകയറ്റമായി കണ്ടുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങളോട് ഒരു വലിയ ക്ലാരിയൻ കോൾ അല്ലെങ്കിൽ വലിയൊരു അപേക്ഷ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരും. അപ്പോൾ OIC-ക്കും GCC-ക്കും അതുപോലെ അറബ് ലീഗിനുമൊക്കെ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടായി വരും. കാരണം അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യാപാര താല്പര്യങ്ങളാണ് മിക്ക അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും. അവരതിൽ നിന്നും മാറി നിന്നുകൊണ്ട് എങ്ങനെ ഒരു നിലപാടെടുക്കും? ഇത് നിലപാടിൻ്റെ വിഷയമാണ്. റഷ്യക്ക് പോലും ഒരു നിലപാടെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിലപാടുകൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ സഹായത്തിനായി ആര് വരും? ആയുധങ്ങൾ നൽകി S-300 S-400 മിസൈൽ പ്രതിരോധ സംവിധാനം എത്തിക്കാൻ റഷ്യക്ക് കഴിയും. അത് ഒരുപക്ഷെ കാസ്പിയൻ സീ വഴി അത് എത്തിക്കാൻ കഴിയും. അല്ല എങ്കിൽ വിമാനങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതെല്ലാം സാധിക്കും. അതൊക്കെ നമ്മൾ മുൻകൂട്ടി ഡിസ്കൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും തീർച്ചയായും മിസൈൽ ശേഖരം ഇറാന് കുറയുന്നുണ്ടെങ്കിൽ ഏറിയൽ ഡിഫൻസ് സിസ്റ്റം ചൈനയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് കഴിയുന്നില്ല. ഒരു കരയുദ്ധമാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കരയുദ്ധം ജയിച്ചു വരാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ട് വരും. കാരണം സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് അല്ല ഖൊമൈനിയുടെ ഇറാൻ എന്ന് ഓർക്കണം. അവിടുത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഏറിയൽ ഡോമിനേഷനിലൂടെ ലഭിച്ച മേൽക്കൈ നിലനിർത്താൻ കഴിഞ്ഞു. അതിനുപരിയാണ് കമാൻഡോകളെ ഇറക്കിക്കൊണ്ട്, പാരച്യൂട്ടിൽ ഭടന്മാരെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മില്യൺസ് ഓഫ് സോൾജേഴ്സ് വേണ്ടി വരും. അത്രയും സായുധ വിന്യാസം അമേരിക്ക അവിടെ ഇല്ല. 47,000 ഭടന്മാർ മാത്രമാണ്, ട്രൂപ്സ് മാത്രമാണ് അമേരിക്ക ആ പ്രദേശത്തുള്ളത്. അതുമാത്രമല്ല, അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് അത് വലിയ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു കരയുദ്ധത്തിലേക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയെ എത്തിച്ചു നിർത്തിക്കഴിഞ്ഞാൽ പാരഡൈം മാറുമെന്ന ഒരു ഹോപ്പാണ് ഇറാന്റെ ഭാഗത്തു നിന്നും കടന്നു വരുന്ന ഹോപ്പ്. എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. സൈക്കിൾ ഓഫ് എസ്കലേഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അവിടെ ശ്രീ അഷ്റഫ് കടക്കൽ, റെജീം ചേഞ്ച് എന്നുള്ളത് എത്രമാത്രം ഗൗരവത്തോടുകൂടി ഈ യുദ്ധത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കാണണം? ഇറാനെ കൊണ്ട് പുതിയ കരാർ അംഗീകരിപ്പിക്കുക, അവർ യുറേനിയം എൻറിച്ച് ചെയ്യുന്നത് നിർത്തിക്കുക, അല്ലെങ്കിൽ കൃത്യമായി ഈ നിരീക്ഷകരെ അവരുടെ റിയാക്ടറുകളിലേക്ക് അനുവദിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറത്ത് ഇറാനിലെ ഭരണകൂടത്തെ ഒക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് ഈ യുദ്ധം പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ റീസ ഷാ പെഹ്ലവിയൊക്കെ തയ്യാറാണ്. എന്ന് മാത്രമല്ല, ഇറാനിൽ തന്നെ സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധവും ഭരണകൂടത്തിനെതിരെയുള്ള നിലപാടുകളും മറ്റുമൊക്കെ ഉണ്ട് പുരോഗമനവാദികളായ ആളുകളുടെ. ഈ യുദ്ധം ഇറാനിലെ ഖമൈനിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ മാറ്റിക്കൊണ്ടുള്ള പുതിയ പഴയ 1979 വരെ ഉണ്ടായിരുന്ന ഭരണക്രമത്തെ പുനഃസ്ഥാപിക്കുന്ന വിധത്തിലുള്ള നിലയിലേക്ക് പോകുമോ? ഈ ഒരു ആണവ കരാറിലേക്ക് ഇറാനെ എത്തിക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. കാരണം ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ സംഭവിച്ചത് ബിട്രയൽ ഓഫ് ഡിപ്ലോമസിയാണ്. അപ്പോൾ ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ യൂറോപ്യൻ യൂണിയനുമായിട്ടും
സാക്ഷാൽ അമേരിക്കയുമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതിനെ ചർച്ചയ്ക്ക് ഇറാൻ പക്ഷത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ആളിനെ തന്നെ ഇസ്രായേൽ വധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ പീസ് പ്രോസസ്സിനെ അഥവാ ഈ ന്യൂക്ലിയർ ചർച്ചയെ ഒരു സമാധാനപരമായ ഒരു പരിസമാപ്തിയിൽ എത്തുന്നതിനെ അട്ടിമറിക്കുക എന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാനെ ആക്രമിച്ചതോടുകൂടി അവരത് സാധ്യമാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ റാഫേൽ ഗ്രോസി ഒക്കെ പോലെയുള്ള IAEA ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ അടക്കം പറഞ്ഞത് പിന്നെ ഇറാൻ്റെ കയ്യിൽ ഈ പറയുന്ന പോലുള്ള ന്യൂക്ലിയർ ഡിവൈസസ് ഉണ്ട് എന്നത് അദ്ദേഹം അംഗീകരിക്കുന്നുമില്ല, അദ്ദേഹം അതിനെ നിരാകരിക്കുന്നു. സാക്ഷാൽ നേരത്തെ ഷിനാസ് സൂചിപ്പിച്ച പോലെ അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അവരും പറഞ്ഞത് ട്രംപ് തള്ളിക്കളഞ്ഞു. അപ്പോൾ വിഷയം അതല്ല. വിഷയം രണ്ട് കാര്യങ്ങളിലാണ് അമേരിക്കയും ഇസ്രായേലും ഊന്നുന്നത്. ഒന്ന്, അലി ഖാംനയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴുള്ള ഇറാനിലെ ഭരണ സംവിധാനം മാറുക എന്നത് നീണ്ട കാലത്തെ അഥവാ 1979 മുതലുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു അജണ്ട തന്നെയാണ്. അത് നടക്കുമോ നടക്കില്ല എന്നുള്ളത് പുറകെ പറയാം. പക്ഷേ ഇറാനികളെ സംബന്ധിച്ചിടത്തോളം ഇറാനികൾക്ക് ഈ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നേരത്തെ തന്നെ വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ 1953 ഇറാൻ കണ്ട ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യ ഭരണകൂടമായിരുന്ന മുഹമ്മദ് മുസദ്ദിഖിനെ അട്ടിമറിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് മുസദ്ദിഖിനെ അട്ടിമറിക്കാൻ CIA നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നല്ലോ. അതിനുശേഷം അദ്ദേഹം ഓയിൽ നാഷണലൈസ് ചെയ്തു എന്ന കാരണം പറഞ്ഞിട്ടാണ് ബ്രിട്ടീഷ് ഓയിൽ കമ്പനിയുടെ മേലുള്ള സ്ക്രൂട്ടിനി അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാനുള്ള ശ്രമം നടത്തിയത് മുതലാണല്ലോ ഈ വിഷയങ്ങൾ ആരംഭിക്കുന്നത്. അത് ഇറാനികളുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇറാനിലെ ഭരണമാറ്റം എന്നത് അതുകൊണ്ട് തന്നെ സമാധാനം ബിട്രയൽ ഓഫ് ഡിപ്ലോമസി എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒരു ഡിപ്ലോമാറ്റിക് വേയിലൂടെ ഒരു ഇറാനെ ന്യൂക്ലിയർ വിഷയത്തിൽ അത് 2015 ഇറാൻ സൈൻ ചെയ്തതാണല്ലോ. IAEA വിദഗ്ധന്മാർ എത്രയോ തവണ ഇറാനിലെ എല്ലാ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളും സന്ദർശിക്കുകയും യുണൈറ്റഡ് നേഷൻസിൽ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകൾ വരികയും ചെയ്തു IAEA. അപ്പോൾ ഇതെല്ലാം വളരെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. അപ്പോൾ അതല്ല, മറിച്ച് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്രായേലി താല്പര്യങ്ങൾക്ക് എന്നും ഭീഷണിയായിട്ടുള്ളൊരു രാജ്യമാണ് ഇറാൻ. ആ അർത്ഥത്തിൽ ഇറാനെ തകർക്കുക. 1957 ഷാ ഭരണകൂടമാണല്ലോ ഇറാനിലെ ന്യൂക്ലിയർ പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. ആരംഭിച്ച ന്യൂക്ലിയർ പ്രോജക്റ്റ് 1979 നിശ്ചലമായത്. എന്ന് പറഞ്ഞാൽ ഖുമൈനിയുടെ വരവോടുകൂടി 2003 ന്യൂക്ലിയർ ഡിവൈസസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫത്വ അഥവാ അംഗീകാരം ആത്മീയ നേതാവ് ഇറാൻ ഭരണകൂടത്തിന് നൽകിയിട്ട് അത് പിൻവലിച്ചിട്ട് പിന്നെ വീണ്ടും ഇതുവരെ നൽകിയിട്ടില്ല. സിവിലിയൻ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇറാൻ ആത്മീയ നേതാവിൻ്റെ ഇപ്പോഴുള്ള പെർമിഷൻ. പക്ഷേ ഇറാനിലെ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് ഇറാഖിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ സിറിയയിൽ ചെയ്തതുപോലെ ഒരു ഭരണകൂട മാറ്റം സാധ്യമല്ല, ഒരു റെജീം ചേഞ്ച് സാധ്യമല്ല. കാരണം ആയത്തുള്ള ഖാംനയെ വധിച്ചുകൊണ്ട് ഇറാനിൽ ഒരു ഭരണകൂടം മാറ്റം സാധ്യമാണെന്നാണ് പറയുന്നത്. അതിന് എത്രയോ കാലങ്ങളായി അമേരിക്കയിൽ തന്നെ വസിക്കുന്ന റിസാ പഹ്ലവിയും റിസാ പഹ്ലവിയുടെ മകനും. റിസാ പഹ്ലവിയുടെ മകൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എത്രയോ കാലമായി ശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിസാ പഹ്ലവിയുടെ മകൻ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിനോ ഇറാൻ ജനതയ്ക്കിടയിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു സംഗതി, ഇറാനിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് കൃത്യമായി ജനാധിപത്യ രീതിയിലുള്ളതാണ്. അവിടുത്തെ മജ്ലിസ് പിന്നെ അതുപോലെ തന്നെ മറ്റ് ബോഡീസ് എല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ അതുകൊണ്ടാണല്ലോ ആത്മീയ നേതാവിന് താല്പര്യമില്ലാത്തവർ വരെ, ഇപ്പം അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. മുഹമ്മദ് ഖാത്തമി അലി ഖാംനയിക്ക് താല്പര്യമില്ലാത്ത ആളായിരുന്നു. റഫ്സൻജാനി നല്ല പോലെ താല്പര്യമുണ്ടായിരുന്ന ഒരാളല്ല. അങ്ങനെ ഇറാനിലെ ഭരണകൂടത്തിൻ്റെ പ്രസിഡന്റുമാരായി വരുന്ന പലരും അലി ഖാംനയുടെ ഇഷ്ടക്കാരല്ലാത്തവർ, അഥവാ നമ്മൾ പത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡറേറ്റും എക്സ്ട്രീമിസ്റ്റും ഇറാനിൽ അധികാരത്തിൽ വരുന്നത് തന്നെ ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ അതിൽ ഇലക്ഷനിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ
അയോഗ്യരാക്കാനുള്ള ഒരു ബോഡി ഗാർഡിയൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഖാംനയുടെ കീഴിൽ അഥവാ ആത്മീയ നേതാവിന്റെ കീഴിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിലവിൽ ഭരണ സംവിധാനം കംപ്ലീറ്റ് ആയിട്ട് നിയന്ത്രിക്കുന്നത് ഇറാൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും മജ്ലിസുമാണ്. അപ്പോൾ ഖാംനയെ തീർത്തതുകൊണ്ട് അത് ഖാംനയി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു നീണ്ട ആയത്തുള്ളമാരുടെ ഒരു നിര ഇറാനിൽ ഇപ്പോഴും തന്നെ ഉണ്ട്. അത് മഷഹദിൽ നിന്നായാലും ഖുമ്മിൽ നിന്നായാലും ഇസ്ഫഹാനിൽ നിന്നുള്ള തിയോളജി സെമിനാരികളിൽ നിന്ന് പഠിച്ചു വന്ന വലിയ മതപണ്ഡിതന്മാരായിട്ടുള്ള മറ്റു തരത്തിലുള്ള ഭൗതികമായ വിദ്യാഭ്യാസവും ഒക്കെ നേടിയിട്ടുള്ള ഒരുപാട് ആയത്തുള്ളമാരുണ്ട്. അപ്പോൾ ഒരു ഖാംനയെ തീർത്താൽ ഒട്ടനവധി ആളുകൾ അടുത്ത ആ നിരയിൽ നിൽക്കുന്ന ആളുകൾ അതിൻ്റെ സ്പിരിച്വൽ ലീഡറായി വരും. സ്പിരിച്വൽ ലീഡർ വിലായത്തെ ഫക്കീഹ് എന്നാണല്ലോ സാങ്കേതികമായി പറയുന്നത്. അതൊരു ജൂറിസ്റ്റാണ്. ജൂറിസ്റ്റ് ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ മതപരമായ സാങ്ഷൻസ് കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഖാംനയെ വധിച്ചത് കൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നത് തെറ്റായ ഒരു നിരീക്ഷണമാണ്. രണ്ടാമത്തത്, ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനെ ഭരണമാറ്റത്തിന് വേണ്ടി അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ റിസാ പഹ്ലവിയെയും റിസാ പഹ്ലവിയുടെ മകനെയുമാണ്. എന്ന് പറഞ്ഞാൽ ആയിരത്താണ്ടുകളായി നിലനിന്ന രാജഭരണത്തെ ഇറാനിയൻ ജനത ചവിട്ടിക്കളഞ്ഞപ്പോൾ ആ രാജഭരണത്തെ വീണ്ടും കുടിയിരുത്തുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ പ്രദേശത്തെ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലെ ജനങ്ങളുടെ താല്പര്യമല്ല, അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ. അതാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ കണ്ട എല്ലാ സംഭവ വികാസങ്ങളിലും അത് ഇറാഖിൽ സാധിച്ചതുപോലെ, അല്ലെങ്കിൽ സിറിയയിൽ സാധിച്ചതുപോലെ, അല്ലെങ്കിൽ മറ്റ് ആ മേഖലയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇറാനിൽ ഒരിക്കലും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഇറാന്റെ നിലവിലുള്ള ഭരണ സംവിധാനം. അവിടെ ശ്രീ ഷിനാസ്, ഇപ്പോൾ 2015 ബറാക് ഒബാമയുടെ വലിയ പരിശ്രമത്താലാണ് ഈ JCPOA കരാർ ഉണ്ടാവുന്നത്. ഷഡ്രാഷ്ട്ര ചർച്ചകൾക്ക് ശേഷം ഒരു കരാർ ഉണ്ടാവുന്നു. ഇറാൻ ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള നിബന്ധനകളെല്ലാം ഈ യുറേനിയൻ സമ്പുഷ്ടീകരണം സംബന്ധിച്ച അതിൻ്റെ അളവ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും പാലിച്ചു വരുമ്പോഴാണ് വളരെ ഏകപക്ഷീയമായി ട്രംപ് 2018 അതിൽ നിന്ന് പിന്മാറുന്നത്. അങ്ങനെ ട്രംപ് ഈ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറിയതിന് ശേഷമുള്ള ഘട്ടത്തിലാണ് 2022 ഈ JCPOA നിബന്ധനകൾക്ക് അപ്പുറത്തുള്ള അതിനേക്കാൾ കൂടുതൽ അളവിലുള്ള അല്ലെങ്കിൽ ശതമാനത്തിലുള്ള യുറേനിയം എൻറിച്ച്മെന്റ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് കാര്യങ്ങൾ വഷളാവുകയോ ഒക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക സമാധാനം എന്ന് പറയുമ്പോൾ ട്രംപ് തന്നെ യൂണിലാറ്ററലായിട്ട് വിഡ്രോ ചെയ്തിട്ടുള്ള ഒരു കരാർ അവിടെ നിൽക്കുന്നു. സമാധാനം എന്ന് പറയുന്നത് എന്ത് സമാധാനമാണ് ഉദ്ദേശിക്കുന്നത്? സമാധാനം, ശക്തിയിലൂടെ സമാധാനം. ഞങ്ങൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ശക്തി പ്രകടനം കണ്ടില്ലേ, ഇനിയെങ്കിലും ഞങ്ങളുടെ ടേംസിലേക്ക് ചർച്ചയ്ക്ക് വരൂ. ഞങ്ങളുടെ ടേംസ് എന്ന് പറഞ്ഞാൽ 2015 ടേംസിനേക്കാൾ സ്ട്രിഞ്ചൻ്റായ കർക്കശമായ ടേംസ് ഇറാന് ഇപ്പോൾ NPT ഒപ്പുവെച്ച എല്ലാ രാജ്യങ്ങൾക്കും സിവിലിയൻ ആണവോർജ നിർമ്മാണത്തിനായി, ആണവോർജ ഉൽപ്പാദനത്തിനായി ഒരു 3.67 യുറേനിയം അല്ലെങ്കിൽ ആണവ മൂലക സമ്പുഷ്ടീകരണം അനുവദനീയമാണ്. അപ്പോൾ 2015 കരാറിൽ ഈ സിവിലിയൻ ആണവോർജ ഉൽപ്പാദനത്തിന് ആവശ്യമായ സമ്പുഷ്ടീകരണം അനുവദിച്ചിരുന്നു. അതിനുമേൽ ആ കരാറിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കർക്കശമായിട്ടുള്ള സംവിധാനങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, അവരുടെ ഇൻസ്പെക്ഷൻസ്, അതൊക്കെ ഇറാൻ സമ്മതിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇസ്രായേലും ഇറാനും പറയുന്നത് NPT ഒപ്പുവെച്ച, ഇസ്രായേൽ NPT ഒപ്പുവെച്ചിട്ടില്ല, അവിടെ ഇരട്ടത്താപ്പ് നമ്മൾ കാണണം. NPT ഒപ്പുവെച്ച ഇറാനോട് അത് ഇതുവരെ പിന്മാറിയിട്ടുമില്ല. ഒപ്പുവെച്ച ഇറാനോട് 0 എൻറിച്ച്മെന്റ്. പിന്നെ 0 എൻറിച്ച്മെന്റ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പോ അമേരിക്ക മുന്നോട്ട് വെച്ച, അതായത് ഈ ഒമാൻ ചർച്ചകളിൽ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് യുറേനിയം ഇറാന് പുറത്തുള്ള ഒരു രാജ്യത്ത് എൻറിച്ച് ചെയ്യാം, അതായത് ആയുധം ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഗ്രേഡിലേക്കല്ല, ഈ സിവിലിയൻ റിയാക്ടറുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ എൻറിച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ഈ ഇന്ധന ആവശ്യത്തിന് വേണ്ടി രാജ്യത്തെ ഊർജ്ജ പദ്ധതികളിലേക്ക് ആ രാജ്യത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതല്ലാതെ ഇറാൻ അകത്ത് എൻറിച്ച്മെന്റ് അനുവദിക്കില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അമേരിക്കൻ പൊസിഷൻ. അതെ, ഇറാൻ അകത്ത് എൻറിച്ച്മെന്റ് അനുവദിക്കില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ കർക്കശമായ നിരീക്ഷണത്തിന് കീഴിൽ പോലും എൻറിച്ച്മെന്റ് പാടില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം, ഇറാൻ എന്ന രാജ്യം ഒരു ആണവ
ആയുധ രാജ്യമായി മാറരുത് എന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ജൂൺ 13 മുതൽ നടന്നു ഇപ്പം 10 ദിവസമായി നടന്ന ആക്രമണങ്ങൾ ഇറാനെ പഠിപ്പിച്ച ഏറ്റവും വലിയ മഹാപാഠം എന്താണ്? അതായത് ആണവായുധാർജനം അനിവാര്യമാണ്. അത് അത് ഏറ്റവും വലിയ പാഠമാണ് ഇറാൻ മാത്രമല്ല ആ മേഖലയിലെ രാഷ്ട്രങ്ങളും. കാരണം ഇസ്രായേൽ എന്നാൽ അപ്രഖ്യാപിത ആണവ രാഷ്ട്രമാണ്. 60കളുടെ ഒടുവിൽ 70കളിൽ തന്നെ ഇസ്രായേലിന് ആണവായുധങ്ങളുണ്ട്. അത് ലോകത്തിന് മുഴുവൻ അറിയാം. ഏതാണ്ട് 100ഓളം അണ്വായുധങ്ങൾ ഉള്ള രാജ്യമാണ് ഇസ്രായേൽ. ആ മേഖലയിൽ ഇസ്രായേൽ എന്ന ആണവരാജ്യം മാത്രമേ പാടുള്ളൂ. അപ്പോൾ 1970കളുടെ ഒടുവിലും ഒക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബെഗിൻ സിദ്ധാന്തം ഒരു അറബ് രാജ്യവും ആണവായുധം കരസ്ഥമാക്കിക്കൂടാ എന്നാണ്. അതേ ബെഗിൻ ഡോക്ട്രിൻ തന്നെയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് ഒരു കൊയാലിഷൻ മിനിസ്ട്രിയാണ്. ആ കൊയാലിഷൻ മിനിസ്ട്രിയിലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണെന്ന് നോക്കൂ, മറ്റാത്തിർ ബെൻ ഗ്വിർ എന്ന് പറഞ്ഞാൽ ജൂതശക്തി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഏറ്റവും തീവ്ര സയനിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയാണത്. ഏറ്റവും അറബ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ ഏറ്റവും രസകരമായ വൈരുദ്ധ്യം 1995 ഓസ്ലോ സമാധാന ഉടമ്പടിയിൽ യിഷാഖ് റാബിൻ എന്ന് പറയുന്ന മോഡറേറ്റ് ആയിട്ടുള്ള കൂടുതൽ പലസ്തീനുമായിട്ടുള്ള കാര്യത്തിൽ കൂടുതൽ അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി വധിക്കപ്പെട്ടപ്പോൾ, അതും ഒരു സയനിസ്റ്റ് തീവ്രവാദി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് വധിച്ചത്. അപ്പോൾ ഷിൻ ബെറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളിലൊന്നാണ്. ഷിൻ ബെറ്റിൻ്റെ പൊട്ടൻഷ്യൽ അസാസിൻസ്, അതായത് ഇനി ഇസ്രായേലി ഭരണത്തലവന്മാരെ വധിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അധികം സാധ്യതയുള്ള അസാസിൻസ് കൊലയാളികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ഈ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ മന്ത്രി. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഇതിലെ മറ്റൊരു ഈ ന്യൂക്ലിയർ ഡിറ്ററൻസിലെ ഒരു വൈരുദ്ധ്യം, ഒരു വ്യാജോക്തി കൂടി ചൂണ്ടിക്കാണിക്കാതെ വയ്യ. കാരണം ഇസ്രായേൽ ആണവ രാഷ്ട്രമാണ്. ഇസ്രായേലിന് ഈ ആണവ രാഷ്ട്രമായ ന്യൂക്ലിയർ ഡിറ്ററൻസ് അനുസരിച്ച് ആണവ രാഷ്ട്രമായ ഒരു രാഷ്ട്രത്തെ മറ്റൊരു രാഷ്ട്രം ആക്രമിക്കില്ല. 2 രാഷ്ട്രങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ ഇരുകൂട്ടരും ആക്രമിക്കില്ല. മ്യൂച്വൽ അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, അതാണല്ലോ ശീതയുദ്ധകാലത്ത് അവർ ആണവായുധം പ്രയോഗിച്ചില്ല രണ്ടു കൂട്ടരും, സോവിയറ്റ് യൂണിയനും അമേരിക്കയും. അപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശം ആണവായുധങ്ങളുണ്ട്. അപ്പോൾ ഈ ആണവായുധമുള്ള, അതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് പോലുമുള്ള ഇസ്രായേൽ പറയുകയാണ് ഇറാൻ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. ഇറാൻ്റെ കയ്യിൽ ആണവായുധങ്ങളില്ല. ഇറാൻ്റെ കയ്യിൽ 1 or 2 വാർഹെഡ്സ് ഉണ്ടല്ലോ, മിസൈലിൽ മേറ്റ് ചെയ്യാവുന്ന, സംയോജിപ്പിക്കാവുന്ന ആണവായുധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ജൂൺ 13 ഇസ്രായേൽ ആക്രമിക്കുമായിരുന്നോ? ഇറാൻ ആണവായുധങ്ങളില്ല എന്ന് പരിപൂർണമായ വിശ്വാസത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇറാൻ ഏതൊരു രാജ്യം, ഇപ്പം റെജിം ചേഞ്ചിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രായേൽ. അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല. അമേരിക്ക ട്രംപല്ലേ പറഞ്ഞിരിക്കുന്നത്, ഭരണമാറ്റമല്ല, ഇതൊരു 1 time സ്ട്രൈക്കാണ്. ഈ സ്ട്രൈക്കോടെ നിങ്ങൾ ചർച്ചാമേശയിലേക്ക് വരൂ, നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾ കീഴടങ്ങൂ. റെജിം മാറ്റം എന്ന് പറയുന്നത് ഇറാനിലെ ഭരണകൂടത്തെ എതിർക്കുന്ന ഒരുപാട് വിമത സ്വരങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ജാഫർ പനാഹി പ്രശസ്ത ഫിലിം മേക്കറാണ്, നൊബേൽ സമ്മാന ജേതാവായ ഷിറിൻ ഇബാദി, അതുപോലെ തന്നെ നർഗീസ് മുഹമ്മദി, ഇവരൊക്കെ ഒരു പൊതുപ്രസ്താവന ഇറക്കിയതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ പരമാധികാരം, അതിൻ്റെ ഭൂശാസ്ത്രപരമായ അഖണ്ഡത, അതിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ആ ഇസ്രായേൽ നടപടി അത്യന്തം അപലപനീയമാണ്. ഇറാനിലൊരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് റെസ്പോൺസീവായിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വരികയാണെങ്കിൽ നല്ലതാണ് എന്നും അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഈ ഇസ്രായേലി അഗ്രഷൻ, പ്രകോപനമൊന്നുമില്ലാത്ത ഈ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്, ഒരു പ്രകോപനവുമില്ലാത്ത, വാസ്തവത്തിൽ ഇറാനിയൻ ജനതയെ ഇറാൻ ഭരണകൂടത്തിന് നിലവിലുള്ള ഇറാൻ ഭരണകൂടത്തിന് എതിരാക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ വിരുദ്ധ വികാരം കൂടുതൽ ഇറാനിലും അതുപോലെ അറബ് ലോകത്തെ ജനങ്ങൾക്കിടയിലും ഇസ്രായേൽ വിരുദ്ധ വികാരം കൂടുതൽ ജ്വലിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ആക്രമണങ്ങൾ ഈ അമേരിക്ക ഇടപെട്ടതോടെ അത് കൂടി.
അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ് വാസ്തവത്തിൽ രണ്ടർത്ഥത്തിൽ. ഒന്ന്, ന്യൂക്ലിയർ ആണവായുധങ്ങൾ ഈ രാഷ്ട്രങ്ങൾ ആർജിക്കരുത് എന്നത് അത് ആർജിക്കണം, അത് കരസ്ഥമാക്കണം എന്ന ഒരു ബോധ്യത്തിലേക്ക് ഇറാനെ നയിച്ചേക്കാം എന്ന് മാത്രമല്ല ഈ ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 10 പറയുന്നത് അസാധാരണമായ സാഹചര്യങ്ങളിൽ NPT-യിൽ നിന്ന് പിന്മാറാം എന്നുള്ളതാണ്. ഇറാൻ ഷാ ഭരണകൂടം NPT നിലവിൽ വന്ന അന്ന് തന്നെ അത് ഒപ്പിട്ട രാജ്യമാണ്. അവർക്ക് വേണമെങ്കിൽ പിന്മാറാം NPT-യിൽ നിന്ന്. ഇറാൻ ആണവായുധം പൊസസ് ചെയ്യുന്ന നിലയിലേക്ക് യുദ്ധം കൊണ്ടെത്തിക്കുമോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക്. ഷാബു പ്രസാദ്, ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ പരിഗണിക്കണമല്ലോ. ഒന്ന്, ഇറാൻ NPT-യിൽ നിന്ന് പിന്മാറുക, ഒപ്പം അറബ് ലോകത്ത് ഒരു ഐക്യം ഉണ്ടാവുക എന്ന കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം പറഞ്ഞിരിക്കുന്നത് തന്നെ ഇസ്രായേലിനോട് ഞങ്ങൾക്കുള്ള പ്രശ്നം ജൂതരോടുള്ള പ്രശ്നമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ഒരു ഹോളി സിറ്റിയായ തേർഡ് ഹോളിയസ്റ്റ് പ്ലേസ് ആണ് ജെറൂസലേം. അപ്പോൾ അതിനു മുകളിൽ സിയോണിസ്റ്റ് അധിനിവേശം ഞങ്ങൾ അംഗീകരിക്കില്ല. അങ്ങനെ പലസ്തീൻ കോസിനെ പിന്തുണയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇറാനാണ്. അപ്പോൾ അവിടെ ആ തരത്തിലൊരു ഗ്രൂപ്പിംഗ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ അമേരിക്കയോ ഇസ്രായേലോ ലക്ഷ്യം വെക്കുന്നതിന് നേർവിപരീതമായ കാര്യങ്ങളും ഇതിലുണ്ടാകാമല്ലോ. ഇവിടെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതൊരു ന്യായമാണെന്ന് തോന്നാം. കാര്യം ഇസ്രായേൽ ഒരു അപ്രഖ്യാപിത ആണവശക്തിയാണ്. അവർക്ക് 60കളുടെ അവസാനം മുതൽ 70കൾ മുതൽ തന്നെ അവർക്ക് ആണവായുധമുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇറാനും ആ അവകാശമില്ലേ എന്നുള്ളതാണ് നമുക്ക് കേൾക്കുമ്പോൾ അത് ന്യായമായ ഒരു ചോദ്യം തന്നെയാണെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വിഷയമുണ്ട്. ഈ ഇറാൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നെന്താണ്? ഈ ഇസ്രയേലിനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല വേറെ ആരെയും ഞങ്ങൾ ഇല്ലാതാക്കുമെന്നോ തുടച്ചു നീക്കുമെന്നോ. ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളെയും പോലെ ഒരു സമൂഹമായും ഒരു രാഷ്ട്രമായും ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പക്ഷേ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിക്ക് ആവശ്യമില്ല എന്ന നിലപാടെടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അങ്ങനെയുള്ള തങ്ങളുടെ ഒരു ശത്രു രാജ്യത്തിൻ്റെ കയ്യിൽ ഒരു അണുബോംബ് വന്നാൽ അത് ആദ്യം വന്ന് വീഴുക ഇവരുടെ തലയ്ക്ക് മേളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിൽ ഒരു സംശയവുമില്ല. കാരണം ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ്, വളരെ ചെറിയ രാജ്യം. 1-2 അണുബോംബ് കൊണ്ട് തീരാനുള്ള രാജ്യമേ ഉള്ളൂ അത്. എന്നാൽ ഇറാൻ വളരെ വലിയൊരു രാജ്യമാണ്. ഈ ഇറാൻ എന്ന ഒരു വലിയ ഭരണിയാണെങ്കിൽ അതിൻ്റെ അകത്ത് 80 ഇസ്രായേലിനെ ഇട്ടുവെക്കാം. 80 ഇരട്ടി വലിപ്പമുണ്ട്. അങ്ങനെ ഇത് തന്നെ പണ്ട് അവർ ഇറാഖിൻ്റെ അടുത്തും പ്രയോഗിച്ചിട്ടുണ്ട്. ഇറാഖിൻ്റെ കയ്യിൽ ആറ്റം ബോംബ് വന്നു കഴിഞ്ഞാൽ ആദ്യം വീഴുന്നത് ഇവരുടെ തലയിലായിരിക്കും എന്നറിയാം. പക്ഷേ ഇസ്രായേലിൻ്റെ കയ്യിൽ ഒരു റെസ്പോൺസിബിൾ ജനാധിപത്യമാണത്. നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒന്ന് പടിഞ്ഞാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു സമ്പൂർണ്ണ പാർലമെൻ്ററി ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ ആ റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടുണ്ട്. എത്രയോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്, യോം കിപ്പൂർ യുദ്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്, എത്ര ഉണ്ടല്ലോ. അവരവരുടെ ആണവായുധത്തിൽ തൊട്ടിട്ടില്ല. അവിടെ ആ ഡിറ്ററൻസിന് വേണ്ടി. എന്നാൽ അങ്ങനെ ആയിരിക്കില്ല ഇറാൻ്റെ കയ്യിലോ ഇവരുടെ കയ്യിലോ ആണവായുധം ഉണ്ടായാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് ഇവിടെ പറഞ്ഞു, ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു ഇവരുടെ എൻറിച്ച്ഡ് യുറേനിയം, ആ യുറേനിയം കംപ്ലീറ്റ് അവർ മാറ്റി. അപ്പോൾ ഈ ആക്രമണത്തിന് എന്ത് കാര്യമാണുള്ളത്? ഒരു പ്രയോജനമില്ലല്ലോ. എൻറിച്ച്ഡ് യുറേനിയം ഉള്ളത് കൊണ്ട് മാത്രം ഒരു അണുബോംബ് ഉണ്ടാവില്ല അഭിലാഷ്. അതിന് വളരെ വലിയ ഫെസിലിറ്റികൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം, ടെക്നീഷ്യൻസ് വേണം, എക്സ്പെർട്ടീസ് വേണം, ഇതെല്ലാം വേണം. അല്ലാതെ ഒരാളുടെ ഇപ്പോൾ അഭിലാഷിൻ്റെ കയ്യിലോ എൻ്റെ കയ്യിലോ കുറച്ച് എൻറിച്ച്ഡ് യുറേനിയം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. കാര്യം ഇവിടെ അവർ ഇസ്രായേൽ ചെയ്തത് എന്താണ്? അവരുടെ ടോപ്പ് ബ്രെയിൻസ് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെയുള്ള ഏറ്റവും ക്രീമി ആയിട്ടുള്ള ആൾക്കാരെ മുഴുവനും അവരില്ലാതാക്കി, ഏതാണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതാക്കി. ഇതെല്ലാമാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ ഈ എൻറിച്ച്ഡ് യുറേനിയം കുറച്ച് കയ്യിലിരുന്നു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ഇനി മറ്റൊന്ന്, ഈ ഇറാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം നിക്ഷേപങ്ങളുള്ള ഒരു രാജ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഉള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തിന് വൈദ്യുതി ഉണ്ടാക്കാൻ ഈ ന്യൂക്ലിയർ എനർജിയുടെ ആവശ്യമില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ അവിടെ സിവിലിയൻ ന്യൂക്ലിയർ മിഷൻ എന്ന് പറയുന്നൊരു സംഭവം അവിടെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ ആണവായുധം എന്ന ഒരു ഒളിച്ചു കടത്തൽ അവിടെ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്, 100% സ്പഷ്ടമാണത്. അവിടെയാണ് അതെന്തിന്, അതിൻ്റെ ആദ്യ ലക്ഷ്യം ആരായിരിക്കും? അത് മനസ്സിലാക്കി തങ്ങളുടെ നിലനിൽപ്പ് ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ അഗ്രസീവായിട്ട് കയറി ഈ കളി കളിച്ചത്. അവർക്ക് നിലനിന്നേ പറ്റുള്ളൂ. കാരണം അത്ര ചെറിയ സമൂഹമാണത്, അത്ര ചെറുത്.
ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അവർക്കിത് ചെയ്തേ പറ്റുള്ളൂ. നിലനിൽപ്പിൻ്റെ വിഷയം വരുന്ന സമയത്ത് ഇവിടെ പലപ്പോഴും ഈ അന്താരാഷ്ട്ര മര്യാദകളും മനുഷ്യത്വവും മാനവികതയും ഒന്നും ഇവിടെ പ്രശ്നമല്ല. അത് ആരുടെ കാര്യത്തിലായാലും, ഒരു രാഷ്ട്രത്തിന്റെ കാര്യത്തിലായാലും അത് അങ്ങനെ തന്നെയാണ്. അമേരിക്ക ഇതിൻ്റെ അകത്ത് ഇടപെട്ടത് പ്രശ്നം എന്നുള്ള കാര്യം താങ്കൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വരെ ഈ ആണവായുധമുള്ള ഇസ്രായേൽ ആണവായുധം എടുത്ത് പ്രയോഗിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. യോം കിപ്പൂർ വാർ തോൽക്കുന്നു എന്ന ഘട്ടം വന്നപ്പോൾ തീരുമാനിച്ചതാണ് ഗോൾഡ മേയർ. അന്ന് അമേരിക്ക വളരെ പെട്ടെന്ന് റിച്ചാർഡ് നിക്സൺ ഇടപെടുകയും ഈ ആയുധങ്ങളുടെ ഷോർട്ടേജ് പരിഹരിക്കാൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ അറ്റ കൈക്ക് അന്ന് ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. നാളെ തോൽക്കുന്ന ഘട്ടം വന്നാൽ എടുത്ത് ഉപയോഗിക്കുക. അല്ലാതെ ഇസ്രായേൽ ഒരു കാലത്തും അണുബോംബ് ഇടില്ല എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യോം കിപ്പൂർ വാറിൻ്റെ അകത്ത് ഇസ്രയേലിന് കുറേ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി, അവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് എപ്പോഴാണ് റിച്ചാർഡ് നിക്സണൊക്കെ അതിൻ്റെ അകത്ത് ഇടപെട്ടത്? ഈ ഇസ്രയേൽ കെയ്റോയ്ക്ക് 60 കിലോമീറ്റർ വരെ അടുത്തെത്തി കരയുദ്ധം വഴി. ആ 60 ഒടുവിൽ കെയ്റോ വീഴും എന്നുള്ളൊരവസ്ഥ വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു ഇസ്രയേലിന്. അത് വേറെ കാര്യം. സൂയസ് കനാൽ ക്രോസ് ചെയ്ത് അവരുടെ ടാങ്കുകളും കരസേനയും കെയ്റോയ്ക്ക് തൊട്ടടുത്ത് വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നിക്സണും കിസിഞ്ചറും ഒക്കെ ഇടപെട്ടത്. അതിനുശേഷമാണത്, അല്ലാതെ ആദ്യം മുതലല്ല. അവരുടെ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി. അങ്ങേയറ്റം പ്രതിസന്ധിയിലായാൽ വേണമെങ്കിൽ ആണവായുധവും പ്രയോഗിക്കാം ഏത് രാഷ്ട്രത്തിനും. ഇസ്രായേൽ ഒരു പക്ഷേ യോം കിപ്പൂർ വാറിൽ വേറൊരു ഫെയ്റ്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഉപയോഗിച്ചാൽ. എന്തിനു പറയുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ പറഞ്ഞ വല്ല ഡെമോക്രാറ്റിക് സ്റ്റെബിലിറ്റി ഉള്ള രാഷ്ട്രമാണോ അവർക്കൊണ്ട് അണുബോംബ് എടുത്തെവിടെയെങ്കിലും വിടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അല്ല, അതാ പറഞ്ഞേ. അതായത് ലോകത്തിനോട് ഉത്തരവാദിത്വമുള്ള, ലോക സമൂഹത്തിനോടും അങ്ങനെയുള്ള എത്തിക്സ് ഉള്ള രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഈ ആണവായുധം വരാൻ പാടുള്ളൂ. അല്ലെങ്കിലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, ഹിരോഷിമയ്ക്ക് ശേഷം ഈ ലോകത്ത് എത്രയോ യുദ്ധങ്ങളുണ്ടായി. ആണവായുധം ഉപയോഗിക്കാതിരുന്നില്ല. അമേരിക്ക ഇൻവോൾവ് ചെയ്ത യുദ്ധമുണ്ടായി, ഉപയോഗിച്ചിട്ടില്ല. കാരണം ആണവായുധം ഇരിക്കുന്നത് റെസ്പോൺസിബിൾ ഹാൻഡ്സിലാണ്. അതുകൊണ്ട് അതേസമയം ഈ പാകിസ്ഥാൻ്റെ ആണവായുധത്തിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇറാൻ്റെ കയ്യിലുള്ള ആണവായുധത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇറാഖിൻ്റെയോ സിറിയയുടെയോ കയ്യിലുള്ള ആണവായുധങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആണവായുധത്തിനെ വിശ്വസിക്കാം. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആണവായുധത്തിനെ അവർക്ക് വിശ്വസിക്കാം. ഒരു റെസ്പോൺസിബിൾ ജനാധിപത്യമാണത്. അത് സമൂഹത്തിനോട് ഉത്തരവെന്താ. എന്നാൽ അവിടെയാണ് നമ്മളിത് ആരുടെ കയ്യിലതിരിക്കുന്നു, അവരുടെ സമീപനം എന്താണ്, ലോകത്തിനോടുള്ള ഉത്തരവാദിത്വം എന്താണ്, ഇതെല്ലാം നമ്മളിവിടെ മനസ്സിലാക്കണം. അവിടെയാണ് ഇതിന്റെ വിഷയം ഇരിക്കുന്നത്. തീർച്ചയായും ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കൗതുകകരമായ, അല്ലെങ്കിൽ ഏറ്റവും ആശങ്കാകരമായ, കൗതുകം എന്ന് പറഞ്ഞുകൂടെ, ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം. എന്തായാലും അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു ഇറാനെ. ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും? ഇപ്പോഴുള്ള ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാവുമോ ചെയ്യുക? NPTയിൽ നിന്ന് പിന്മാറുമോ? ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമോ? ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമോ എന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം, ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ 50% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എന്ന കാര്യം ഓർക്കണം. നമ്മുടെ വ്യാപാരത്തിന്റെ ഒരു വലിയൊരു പങ്ക് വെസ്റ്റ് ഏഷ്യയുമായിട്ടാണ്. അപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എണ്ണ വില കുതിച്ചുയരുകയും എണ്ണ ലഭ്യത കുറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ലോകമെമ്പാടും നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യം പറഞ്ഞതാണ്. അങ്ങനെ ലോകമെമ്പാടും പ്രതിഫലനം ഉണ്ടാക്കുന്ന, പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യുദ്ധം പെട്ടെന്ന് തീരും എന്ന് വിചാരിക്കാൻ 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.